BC 3000 നിലനിന്നിരുന്ന മഹത്തായ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. വൻ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഇടകലർന്ന ഒരു വലിയ പ്രദേശത്താണ് ഈ സംസ്കാരം ഉദയം കൊണ്ടതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തലുകൾ പ്രകാരം രാഹിഗർഗിയാണ് ഏറ്റവും വലിയ നഗരമായി കണക്കാക്കപ്പെടുന്നത്. 5000 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും വളരെ നിർണായകമായ കണ്ടെത്തലുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് അത്ഭുതം. രാഹിഗർഗി ഇപ്പോൾ വറ്റിവരണ്ട സരസ്വതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 224 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ളത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ വാസസ്ഥലങ്ങളിൽ പലതും ഇവിടെ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു. 5000 വർഷം പഴക്കമുള്ള ആഭരണ നിർമ്മാണശാലയുടെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ഖനനം ചെയ്യപ്പെട്ടിരുന്നു. ക്രിസ്തുവിന് 2000 വർഷം മുൻപ് പണിതുയർത്തിയ ഈ നഗരം ഏറ്റവും ശ്രദ്ധേയമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം അവരുടെ നഗരാസൂത്രണം തന്നെയാണ്. സൗന്ദര്യത്തെക്കാൾ പ്രയോജനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയായിരുന്നു ഈ ജനത രൂപകൽപ്പന ചെയ്തിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഒരു സാധാരണ വീടിന് പോലും നടുമുറ്റവും 6ഓളം മുറികളും കുളിമുറിയും കക്കൂസും അടുക്കളയും കിണറും മികവുറ്റ ഒരു അഴുക്കുചാൽ സംവിധാനവും ഒരുക്കിയിരുന്നു. സമാധാനപ്രിയരായി അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഇവർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്വർണം, വെള്ളി, ചെമ്പ്, വെങ്കലം, വെളുത്തീയം, കാരീയം എന്നീ ലോഹങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ചെമ്പും വെങ്കലവും ഉപയോഗിച്ചുള്ള മഴു, ഖഡാര, അമ്പ്, വില്ല്, ഗദ, കവണ തുടങ്ങിയവയെല്ലാം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി ചെമ്പ് ഉപയോഗിച്ചത് സിന്ധു നദീതട നിവാസികളാണ് എന്ന് പറയപ്പെടുന്നു. സിന്ധു നദീതട നിവാസികൾ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് ചോളം, ഗോതമ്പ്, ബാർലി, പരുത്തി, പയർ, എള്ള്, തണ്ണിമത്തൻ, പന, വാഴ മുതലായവയായിരുന്നു. മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്ന സംസ്കാരത്തിലുള്ളവരായിരുന്നു ഇവർ. പ്രധാനമായും കോഴി, കോലാട്, ചെമ്മരിയാട്, പോത്ത് എന്നീ മൃഗങ്ങളാണ് ഇവർ ഇണക്കി വളർത്തിയിരുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിന് ഈ പേര് നിർദ്ദേശിച്ചത് ചരിത്രകാരനായ സർ ജോൺ മാർഷൽ ആണ്. സിന്ധു നദീതട നിവാസികൾ മതവിശ്വാസികളായിരുന്നു. പുരുഷ സ്ത്രീ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു. പശുപതിയും മാതൃദേവതയുമായിരുന്നു പ്രധാന ആരാധനാമൂർത്തികൾ. വർണ്ണവിവേചനമില്ലാത്ത ഒരു ജനതയായിരുന്നു ഹാരപ്പൻ ജനത എങ്കിലും ചില ജനവിഭാഗങ്ങളായി തരംതിരിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രധാനമായും പുരോഹിതന്മാർ, ഭിക്ഷുങ്കരന്മാർ, ജ്യോതിഷന്മാർ എന്നിവരടങ്ങുന്ന ഒരു വിഭാഗവും പോരാളികൾ, കച്ചവടക്കാർ, കൈവേലക്കാർ എന്നിവരടങ്ങുന്ന രണ്ടാം വിഭാഗവും തൊഴിലാളികൾ അടങ്ങുന്ന മൂന്നാം വിഭാഗവുമായിരുന്നു ഉണ്ടായിരുന്നത്. സൈന്ധവ സംസ്കാരത്തിലുള്ള 2000 വരുന്ന മുദ്രകൾ ഇന്നുവരെ വായിച്ചെടുക്കാൻ സാധിക്കാത്തവയാണ്. എന്നാൽ ഈ മുദ്രകളിൽ നിന്നെല്ലാം ഹാരപ്പൻ ജനത അഭ്യസ്തവിദ്യരായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംസ്കാരത്തിനുടമകളായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ശവശരീരത്തോടൊപ്പം വീട്ടുപകരണങ്ങളും ആഭരണങ്ങളും ഇവർ അടക്കം ചെയ്തിരുന്നു. കൂടാതെ ശരീരം പക്ഷിമൃഗാദികൾക്ക് ഭക്ഷിക്കാനായി സമർപ്പണവും ചെയ്തിരുന്നു. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഹാരപ്പൻ സംസ്കാര പ്രദേശവും മോഹൻജദാരോ പ്രദേശവും പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഹാരപ്പൻ ജനത കലയോടും ആഭരണത്തോടും ഏറെ പ്രിയമുള്ള ഒരു ജനവിഭാഗമായിരുന്നു. പുരുഷന്മാർ വള, മോതിരം, മാല എന്നിവയും സ്ത്രീകൾ പാദസരം, കമ്മൽ, അരഞ്ഞാണം എന്നിവയും അണിഞ്ഞിരുന്നു. സ്വർണം, വെള്ളി, രത്നങ്ങൾ, ചെമ്പ്, ചിപ്പി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളാണ് ഇവിടുത്തെ ഖനനത്തിൽ നിന്നും കണ്ടെത്തിയത്. BC 1500ഓടെ ഹാരപ്പൻ സംസ്കാരം അധഃപതനത്തിലേക്ക് പതിച്ചു. സിന്ധു നദിയുടെ തീരത്തുണ്ടായ വെള്ളപ്പൊക്കവും മഴയുടെ ദൗർലഭ്യവും പ്രകൃതിക്ഷോഭങ്ങളും കൃഷിനാശവും സിന്ധു നദി ഗതിമാറി ഒഴുകിയതും
ആര്യന്മാരുടെ ആക്രമണവും എന്നിവയാണ് ചരിത്രകാരന്മാർ ഈ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ അധഃപതനത്തിലേക്ക് നയിച്ച കാരണങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്നത്. കാലങ്ങൾ ഏറെ കഴിഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിൽ എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപാട് സവിശേഷതകൾ സമ്മാനിച്ച ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ സംസ്കാരത്തിൻ്റെ മൂല്യവും ഒപ്പം കണ്ടെത്തലുകളും ഏറെ പ്രാധാന്യമർഹിക്കും എന്നത് നിസ്സംശയം പറയാം.